ഏറ്റവും കഠിനമായ മതം പറയുന്ന സ്ഥലങ്ങളിൽ പോലും, അത്തരം രാഷ്ട്രങ്ങളിൽ പോലും കാലോചിതമായ മാറ്റം സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ കാലഘട്ടത്തിലാണ് ഇവരിങ്ങനെ കരടി വലിക്കുന്നത്. കാരണം എന്താ പറയുക, ഇത്തരം വിഷയങ്ങളിൽ നല്ല ഇവർക്ക് മാറി നിൽക്കണം. ഇങ്ങനെ ഓരോന്നുണ്ടെങ്കിൽ അത് വലിയ ചർച്ച ഉണ്ടാക്കണം. ഇതൊന്നും ഇനിയുള്ള കാലം നടക്കൂല. ഇന്നത്തെ പെൺകുട്ടികളൊന്നും ഇതൊന്നും അനുസരിക്കുകയും ചെയ്യൂല. അതുകൊണ്ട് ഇവരൊക്കെ പോയിട്ട് പള്ളിയിലിരുന്ന് ഖുർആൻ ഇരിക്കാൻ പറ. ഭാര്യമാർ അവിടെ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി തരുമെന്ന് വിചാരിക്കുകയും ചെയ്യണ്ട. ആ പെൺകുട്ടികൾ പറഞ്ഞ പ്രതികരണം ഉണ്ടല്ലോ, ആ പെൺകുട്ടികൾ പറഞ്ഞത് അവർക്ക് ഒരു സദസ്സിലും പോകാൻ പറ്റുന്നില്ല എന്നല്ലേ പറഞ്ഞത്. അതാണ് അവരുടെ ലക്ഷ്യം, ബഹിഷ്കരിക്കുക, ഫത്വ ഉണ്ടാക്കുക. ഫത്വ ഫാക്ടറിയാണ് ഇതൊക്കെ. ഫത്വ എന്തിനൊക്കെ ഫത്വ ഉണ്ടാക്കാൻ പറ്റും അതാണ്. അപ്പോൾ ആ സമൂഹത്തിനിടയിൽ അതൊരു വലിയ വിഷയമാവുമല്ലോ. അതിനു വേണ്ടിയാണ് ഇവർ നടത്തുന്നത്. സ്ത്രീകളെ എങ്ങനെയല്ല ഒതുക്കാൻ പറ്റും, അതൊന്നും ഇനി നടക്കില്ല. പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾ ഇന്ന് വിദ്യാസമ്പന്നരാണ്. അവരൊക്കെ വിദ്യാഭ്യാസ രംഗത്തും സാമൂഹിക രംഗത്തുമൊക്കെ വളരെ മുന്നേറിയിട്ടുണ്ട്. അതൊക്കെയാണ് ഇവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നത്. കാര്യം മനസ്സിലായില്ലേ? ആ അസ്വസ്ഥതകളൊക്കെ അവിടെ മാറ്റി വെച്ചിട്ട് പള്ളിയിൽ പോയി പള്ളിയിൽ പോയി ഖുർആൻ ഇരിക്കാനും, എന്നിട്ട് അത് കഴിഞ്ഞ് പോവാം എവിടെ, അടുക്കളയിൽ പോയിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണം. അങ്ങനത്തെ കാലഘട്ടമാണ് വരാൻ പോണത്. അല്ലാണ്ട് അവർ ഖുർആൻ ഓതിയിട്ട് അവിടെ ഇരിക്കാനല്ല പറയേണ്ടത്. സ്ത്രീകളെ ഉന്നത സ്ഥാനത്തേക്ക് കൊണ്ടുവരണം. പ്രവാചകൻ അങ്ങനെയാണ് ചെയ്തത്.